ശിവരാത്രിയുടെ അന്നത്തെ ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ, ഒരു മിനി വ്ളോഗാണ്. ഞങ്ങളൊരു 5 മണി ആയപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊഴുതിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഏട്ടൻ പിന്നെ അമ്പലക്കുളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗോശാല ഉണ്ട് കേട്ടോ, 2 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ ചുക്കുകാപ്പിയും പിന്നെ ഉപ്മാവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം പോയത് ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. കുലശേഖര നെല്ലൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 108 ശിവക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രമാണ് കേട്ടോ കുലശേഖര നെല്ലൂർ എന്ന് പറയുന്നത്. സത്യം പറയാലോ, കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും അമ്മയും കൂട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അച്ഛന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പശുക്കളെ നോക്കണം, പശുവിനെ കറക്കണം, അങ്ങനെ കുറേ പരിപാടികൾ അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ നോക്കിയിട്ട് നമ്മുടെ പുതിയ അതിഥിയാണ് കേട്ടോ. അപ്പോൾ അവളേനൊക്കെ കളിപ്പിച്ച് എന്നിട്ട് നേരെ ഞാൻ റോക്കീനെ വിട്ടു കേട്ടോ. റോക്കീന്ന് പറഞ്ഞതേ ആ ഓടിപ്പോണ സാധനമാണ്. എന്നിട്ട് ഞാനും ഏട്ടനും ചായക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് ചായക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ അതേ അമ്മ ഇവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കുത്തലായതുകൊണ്ടാണ് കേട്ടോ ഇരുന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു അവളേനെ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരെ പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അവിടെ ചാക്യാർ കൂത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനും പിന്നെ ദേവേനെ കണ്ടിട്ടൊന്ന് തൊഴാനും പരിഭവം പറയാനൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിഭവം പറിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാക്യാർ കൂത്ത് കാണണം, കുറച്ച് നേരം അവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചാക്യാർകൂത്ത് എനിക്ക് വലിയത് തോന്നിയില്ല. അപ്പം ഞാൻ വേഗം അവിടുന്ന് എസ്കേപ്പ് ആയി, ഞാനും ചേച്ചിയും സാന്ദ്രേച്ചിയും വൈഷ്ണേച്ചിയും കൂടിയിട്ട്. കാരണം വീഡിയോ എടുക്കാൻ ഒരിക്കലും പറ്റില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കളിയാക്കും. അപ്പോൾ ഞങ്ങൾ ബെല്ലെ അവിടുന്ന് സ്ക്യൂട്ടായി കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കട ഉണ്ട്, അവിടെ ഞങ്ങൾ ഉള്ളിവട കഴിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറുത്തേട്ടനും പിന്നെ അഖിലേട്ടനും കൂടി ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി വീട്ടിലെത്തി വേഗം ഞങ്ങൾ ഡ്രസ്സ് മാറി, മേക്കപ്പ് ഒന്നും മാറ്റാനായിട്ട് നിന്നില്ല കേട്ടോ. നേരെ അങ്ങോട്ട് തറവാട്ടിക്ക് വന്നു കേട്ടോ. അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കണ്ടു. പിന്നെ മാമൻ ദുബായിലാണ്, അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരുടെ അടുത്ത് കുറേ വർത്താനം പറയാൻ പോയിട്ട് പിന്നെ വലിയൊരു അടുത്ത് പോയി വർത്താനം പറയും. അങ്ങനെയൊക്കെയാണ്. വലിയൊരു അടുക്കളയിലാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഭയങ്കര സൊറ കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കുറേ വർത്താനമൊക്കെ പറച്ചിൽ കഴിഞ്ഞിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ പോകുന്നത് ആൻറ്റിയുടെ വീട്ടിലേക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻറ്റിക്ക് നടുവിനായിട്ട് വരാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ആൻറ്റിയെ കാണണം. ആൻറ്റി കാണാതെ പോകുമ്പോൾ എനിക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന് നേരെ ആൻറ്റിയുടെ അടുത്തേക്കും പോകും, അതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര രസമായിരുന്നു. അതായത് അന്താക്ഷരി കളിക്കുക, അതേമാതിരി തന്നെ ലവ് ആക്ഷൻ ഡ്രാമ അല്ല കേട്ടോ, സാധാ ഈ സിനിമ ഡ്രാമയൊക്കെ ഉണ്ടാവില്ലേ, അതേമാതിരി കുറേ കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. എന്തായാലും അടിപൊളിയായി കേട്ടോ ശിവരാത്രി. ഒരു 2-2:30 ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്തിട്ട്. ശിവരാത്രി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ആഘോഷം.